വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല ചൂടിനൊക്കെ ഒരു ആശ്വാസമായിട്ട് 2 ദിവസം മുന്നേ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ടെറസിൽ ഉള്ള ചെടികൾക്കും ഒരു ആശ്വാസം കിട്ടി കേട്ടോ. നമ്മൾ നനയ്ക്കുന്നേക്കാളും മഴ പെയ്തിട്ട് നനയ്ക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നനയുമല്ലോ, ആ വെള്ളവും അത്യാവശ്യം നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ തക്കാളിയൊക്കെ അങ്ങനെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് പച്ചമുളകും തക്കാളിയും നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതിലുള്ള കുറച്ച് പുല്ലും ഒക്കെ ഒന്ന് പറിച്ച് കളയാണ് കേട്ടോ. എന്തെങ്കിലും ചെറിയ ചെറിയ ചെടികളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയാണ്. പിന്നെ അതേപോലെ ടെറസിലും നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ട് ഇലകളൊക്കെ വീണ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് പോകാമെന്നുള്ളതാണ് കേട്ടോ. ഞാനങ്ങനെ തക്കാളീൻ്റെയൊക്കെ ഒന്ന് കുറച്ച് ഇങ്ങനെ വെയിറ്റ് ആയതിനൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിന് പാപ്പു ഉണ്ടെന്ന്. പാപ്പുവിന് ഇതൊക്കെ പറിക്കാനും അതേപോലെ ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെന്താ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മളെ കൂടെ നടക്കും. എനിക്കിതിലിങ്ങനെ ഇലകളൊന്നും പഴുത്ത് നിൽക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ ആ ചെടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതാ വഴുതനങ്ങയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ചോറിനൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മൾബറിയൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ ഒന്ന് നന്നായിട്ട് തളിർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മാവിലൊരു 3 മാങ്ങയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടായിരുന്നേ. പക്ഷേ നമ്മളിപ്പം നട്ട് മാറ്റി ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ചൊക്കെ താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ഉള്ളതിപ്പം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ജാബോട്ടിക്കാവയാണ്. ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. അത് കുറച്ച്. പക്ഷെ ഇതിലങ്ങനെ വലുതായത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമുക്ക് അത്യാവശ്യം പയറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആവശ്യത്തിന് വേണ്ട പയർ കുറച്ചധികം തന്നെ നമുക്ക് പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ് എല്ലായിടത്തു നിന്ന് ഇലകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മൊത്തം ഞാനൊന്ന് അടിച്ചൊന്ന് നീറ്റാക്കി കൊടുക്കുകയാണ് ഇവിടെയൊക്കെ. നമ്മളെ തക്കാളിയൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ. ആമിക്കുട്ടി പറിക്കാണ്. നല്ല വലുതാ അല്ലേ? കുറച്ച് പാപ്പു പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കത്രികൻ്റെ ആവശ്യമില്ല. ഇപ്പം എല്ലാ ദിവസവും നമുക്ക് സെയിം സാധനം ഒന്നും ആയിരിക്കുമല്ലോ കേട്ടോ. വെണ്ട ഉണ്ടാകുന്ന ദിവസം നമ്മൾ കുറച്ചധികം വെണ്ടയൊക്കെ കിട്ടും, അതേപോലെ പയർ. അപ്പോൾ ഇന്നിപ്പം നമുക്ക് കുറച്ചധികം പച്ചമുളക് കേട്ടോ കിട്ടിയിട്ട്, പച്ചമുളകും അതേപോലെ തക്കാളി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും ഓരോ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ തന്നെ എടുക്കാനുണ്ടാവുക എന്ന് പറയുന്നത്
ഒരു നല്ല രസമുള്ള കാര്യമാണല്ലോ. നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് പോയിട്ട് പറിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചക്കറിയായിട്ട് പച്ചമുളകും വഴുതനങ്ങയും തക്കാളിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴെ ഇതേപോലെ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ഗാർഡൻ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക് ഇതാ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഒരു തവണ പറിച്ചതാണ് കേട്ടോ, ഒന്നല്ല 2-3 തവണ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലെല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആമ്പലും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷങ്ങൾ കേട്ടോ നമ്മളെ പച്ചക്കറി തോട്ടത്തിലെ. അപ്പോൾ ഇതാ ആമയും പാപ്പും ജാബോട്ടിക്കാവൊക്കെ പറിച്ചത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൃഷി ചെയ്ത് നമ്മളെ അധികം വളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുക എന്നുള്ളത് കുട്ടികൾക്കും ഒക്കെ ഒരു ശീലമാക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.